ഒളിച്ചോട്ടത്തിലൂടെ വൈറലായ അമൽ പൂജ രണ്ടുപേരും ഒളിച്ചോടി കല്യാണം കഴിച്ചു. ഒരു അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം നടക്കുന്ന സമയത്ത് അവർ റീൽസ് ആയിട്ട് എടുത്ത് ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. കൊട്ടുംകുരവയും ആളുകളില്ലേലും എൻ്റെ പൊന്നോ, അത് എന്നിട്ട് എന്തോന്നിയത് അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തു. അത് കയറി അങ്ങ് വൈറലായത് ഇത് കാണാൻ ആരാണ് നിൽക്കുന്നത്? കൊച്ചു കുട്ടികളാണ്. ഇവരെ ഈ ഇൻസ്റ്റയിൽ ഫുള്ള് ഇവരെ ഫോളോ ചെയ്യുന്ന ഫുള്ള് ഈ കൊച്ചു കുട്ടികളാണ്. 18 വയസ്സ് പോലും ആവാത്ത കുട്ടികളാണ്. ഈ സ്കൂളിലൊക്കെ പഠിക്കണ ചിലപ്പോൾ 5 തൊട്ട് 10 ക്ലാസ് അല്ലെങ്കിൽ +2 ഉള്ള പിള്ളേരായിരിക്കും ഇത് കാണുന്നത്. അതെന്തോ ആവട്ടെ, ഇവർ വൈറലായി. ഈ പെൺകുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പരീക്ഷ എഴുതിയെന്ന് തോന്നുന്നു. ആ സമയത്ത് ഒളിച്ചോടിയതാണ്. 3 വർഷമായി പ്രണയം എന്ന് പറയണം. അപ്പോഴും +1 ആകുമ്പം 9ാം ക്ലാസ്സിൽ 9, 10, 11 ഇല്ലേ +1 ആവുള്ളൂ. അപ്പോഴും 3 വർഷം കൊണ്ടുള്ള പ്രണയമാണെന്നാണ് പറയണത്. പ്രണയമായി വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളായി. അമ്മ അടിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ അച്ഛൻ ഒരുപാട് ഉപദേശിച്ചു. ഒരു ചേട്ടനുണ്ടെന്ന് പറയുന്നു. പെൺകുട്ടി +1 ആയതല്ലേ ഉള്ളൂ. ഇതിപ്പോൾ 9ാം ക്ലാസ് തൊട്ടേ അവിടെ പ്രേമം പിടിച്ചു തുടങ്ങി. അവിടെ ഭയങ്കര പ്രശ്നമായി, അടിയായി, റൂമിനകത്ത് ഇടയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ളൊരിത്. എന്നിട്ട് ആ കുട്ടിയെ വേറെ എവിടെ ഹോസ്റ്റലിൽ എവിടെയും കണ്ട നിർത്തി പഠിപ്പിക്കാനായിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞുവിട്ട് അതൊരു അമ്മേരെയും അച്ഛൻ്റെയും വേദന അത് അവർക്കേ മനസ്സിലാവത്തുള്ളൂ. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പോരെങ്കിൽ ഒരു വിദ്യാഭ്യാസം ഒന്നും ആവാത്ത ഒരു പെൺകുട്ടി 10ാം ക്ലാസ്സൊക്കെ ആവുമ്പം ഒളിച്ചോടണം എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ട് സഹിക്കില്ല. ഈ പെൺകുട്ടി പറയുന്നു അതിന് 18 വയസ്സായെന്ന്. എങ്ങനെ ആവുമെന്തോ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. സാധാരണ 15 വയസ്സ് 10ലൊക്കെ ആകുമ്പോൾ 15 വയസ്സ് അല്ലെങ്കിൽ +1 ആകുമ്പോൾ 16 വയസ്സൊക്കെ എന്തരാവട്ടെ. വൈറലായി കഴിഞ്ഞപ്പോൾ ഇവർ ഇൻ്റർവ്യൂ കൊടുത്തു. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി. ഒളിച്ചോടി കല്യാണം കഴിക്കുന്ന എല്ലാം അങ്ങനെ തന്നെ. ഒളിച്ചോടിയതിന് ശേഷം അത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നു, അത് വേറെ വൈറലാവുന്നു, പിന്നെ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു. ആ യൂട്യൂബ് ചാനലിലൂടെ ഇനി അവരെ ജീവിതത്തിൽ വീട്ടിനകത്ത് വേറൊരു വിഷമമാണെങ്കിലും അവർ ആ യൂട്യൂബ് ചാനലിലൂടെ അവർ ചിരിച്ചും കളിച്ചും ആ ഒരു രീതിക്ക് ഇടുന്നു. ഈ പെൺകുട്ടി കിടന്ന് ഈ പെണ്ണും ഈ ചെറുക്കനും അങ്ങനെ തന്നെ, ഈ പയ്യനും അങ്ങനെ തന്നെ. അമൽ പൂജ, ചോട്ടു, മിനു, മോനു എന്നൊക്കെയാണ് വിളിക്കണത്. അതെന്തോ ആവട്ടെ, ചോട്ടു, പൊന്നു രണ്ടുപേരുമാണ്. ഈ പെൺകുട്ടി സ്കൂളിൽ പോവാനായിട്ട് ഒരുങ്ങുന്ന ഒരു വീഡിയോ കണ്ട് ഇപ്പം എനിക്ക് ആണെങ്കിൽ ഭയങ്കര വിഷമമുണ്ട്. എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് അത് കാണുമ്പോഴേ നമുക്ക് വിഷമം തന്നെയാണ്. അത് സ്കൂളിലൊക്കെ പോകുന്ന ഇപ്പം മക്കളെ ഓർമ്മ വരുന്നുണ്ട്. അന്നത്തെ മോളിപ്പോൾ 10ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് അതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോഴാ വീഡിയോ ഒന്ന് കാണാം. സ്കൂളിൽ പോകാൻ ഒരുങ്ങണം. ഹലോ ഗൈസ്, സമയം ഒരു 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇപ്പം ഇന്ന് എന്താ എടുക്കാൻ പോകുന്നേ ഉള്ളൂ? ഇന്ന് ഞാൻ സ്കൂളിൽ പോകുന്നതും വരുന്നതും എല്ലാം ഒരു വ്ളോഗായിട്ടാണ് എടുക്കുന്നത്. അതെ, രാവിലെ എണ്ണീറ്റ് നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഞാൻ നല്ല ഉറക്ക ക്ഷീണത്തില് എണ്ണീറ്റിപ്പോൾ മോൻ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ എണ്ണീറ്റേ ഉള്ളൂ. ഇനി നേരെ ചെന്ന് ഫ്രഷ് ആയിട്ട് എല്ലാം നേരം പല്ലൊക്കെ തേച്ച് അപ്പം നമുക്ക് കാണാം പൊന്നിൻ്റെ സ്കൂളിൽ പോകുന്നത് എങ്ങനെയാണ്. ഓക്കെ, ഇന്ന് എനിക്ക് പണിയില്ല, അതുകൊണ്ട് നമുക്കൊരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. ഓക്കെ, പിന്നെ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ് നമുക്ക് ഫ്രഷ് ആയിട്ട് വരാം. ഹലോ ഗൈസ്, നമ്മളപ്പം കുളിച്ച് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ വന്നേക്കുവാണ്. അപ്പോൾ കുട്ടി കുളിച്ച് ഫ്രഷ് ആയൊക്കെ വന്നിരിക്കുകയാണ്. ഇനി സ്കൂളിൽ പോകാനായിട്ട് പൊട്ടും കുറിയൊക്കെ തൊടാൻ പോകും. ഇനി നേരെ ഒന്ന് ഒരുങ്ങണം, പിന്നെ കഴിക്കണം. ബുക്കും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു. നേരെ നമുക്ക് ഒരുങ്ങുന്ന പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, ഒരുങ്ങുന്ന സാധനങ്ങളെല്ലാം ഇവിടെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. പൊന്നു സ്കിൻ കെയർ കാണിക്കണമെന്ന് പറഞ്ഞ് കുറെ പേര് കമന്റ്. അതൊന്ന് തപ്പി കണ്ടുപിടിക്കണം. ടൈം പോകും. ഇപ്പൊ തന്നെ ടൈം ഇട്ടിന് പോയി. ഒരെണ്ണേ ഉള്ളു. ഇതിന്റെ ഒരെണ്ണം കാണുന്നില്ല, അവിടെ പോയി. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ ചോദിക്കുന്നത് തപ്പി. ഇപ്പം പുള്ളിക്കാരി കമ്മൽ തപ്പി എടുക്കുകയാണ്. കമ്മൽ ഒരെണ്ണേ ഉള്ളു. ഒന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. സ്കൂളിൽ പോകാൻ ഒരുങ്ങുകയാണ്. പിന്നെ ഇനി അതിന് ശേഷം കാരണം പൂച്ച പിടിക്കാതിരിക്കാൻ വേണ്ടി ആള് വലിയ ടെക്നിക്കൊക്കെ എടുക്കുകയാണ്.
പിന്നെ ഏത് സ്റ്റൈലാണ് മുടി? ഞാൻ സ്ട്രെയിറ്റ് പാർട്ടി. ഈ പയ്യ ആരെ കാണിക്കാനാണ് എന്തോ ഈ പെൺകുട്ടി ഒരുങ്ങാൻ പോയപ്പോൾ ഇതൊരു സ്റ്റൈല് മുടി ഓരോന്നിങ്ങനെ നടന്ന് പറയുന്നുണ്ട്. ഇതിന് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കണത്, ഇനി മറ്റുള്ളവരെ കേൾപ്പിക്കാനാണ് എന്നൊന്നും അറിയാൻ വയ്യ. പോണിട്ടില്ല, അത്രേ ഉള്ളൂ. സ്കൂളിൽ പോകുന്നത് അത്രയൊക്കെ കിട്ടത്തുള്ളൂ. വലുതായിട്ട് വലിയ ഒരുക്കൊന്നുമില്ല. പിന്നെ ഇച്ചിരി ടൈം എടുക്കും എല്ലാത്തിനും. പിന്നെ ഇന്ന് ഇച്ചിരി താമസിച്ച് എഴുന്നേറ്റ്, നല്ല താമസിച്ചു. പെട്ടെന്ന് എല്ലാം ചെയ്യണം. നമ്മൾ മുടി ചെയ്യുകയാണ്. +1 ഞാനേ ഹോസ്റ്റലാണ് നിന്നത്. അപ്പോൾ അവിടെ ഫുൾ ക്ലോറിൻ വെള്ളമായിരുന്നു. +1 ഹോസ്റ്റലിലാണ് നിന്നത്. ഈ +1 ഒളിച്ചോടിയത്. +1 പരീക്ഷ എഴുതിയെന്ന് തോന്നുന്നു. ഇതിലല്ലേ ഇപ്പം +2 ഇത് ഈ കറക്റ്റ് ഈ കുട്ടി +1 ആണാ ഇപ്പം ഇരിക്കണേന്ന് എന്നെ അറിയാൻ വയ്യ. ഹോസ്റ്റലിലായിരുന്നു അന്ന് ഒളിച്ചോടിയില്ല, അന്ന് വീട്ടിലായിരുന്നു. അവരിങ്ങനെ ഈ പയ്യനുമായിട്ടുള്ള പ്രേമം കാരണം കൊണ്ടുവന്ന് ഹോസ്റ്റലിലായി പോയി. അതിനെ മൂടിഞ്ഞ പ്രേമമായിരുന്നു. ഇവരെ കൊണ്ടങ്ങ് താങ്ങാൻ പറ്റില്ല, മുട്ടി നിൽക്കായിരുന്നു. അങ്ങ് പോണം, ഈ പെൺകുട്ടിക്ക് അങ്ങ് ഒളിച്ചോടണമെന്നുള്ള ഒരിതിലാണ്. അങ്ങനെയാണ് ഇറങ്ങിപ്പോയി. എന്ത് വേദനയാണ് അച്ഛനും അമ്മയ്ക്ക്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൊച്ചുമക്കളുകളുണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മക്കളുകളുണ്ട്. അതേപോലെ ഈ പെൺകുട്ടി സ്കൂളിൽ പോവുകയാണ്. ആ സ്കൂളിൽ ഈ പെൺകുട്ടി പറയുന്നുണ്ട് ഒരുപാട് സപ്പോർട്ടാണ്. കുഞ്ഞു കുഞ്ഞു കുട്ടികൾ വരെ ഓടി വന്നിട്ട് ചേച്ചിയുടെ ഇൻസ്റ്റ ID പറഞ്ഞതാ, ചേച്ചി ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞു. അപ്പം ചേച്ചിന്ന് വിളിക്കണമെങ്കിൽ കൂടിപ്പോയ ഒരു 6, 7, 8, 9, 10 അങ്ങനെയൊക്കെ ഉള്ള ഈ ലെവലിലുള്ള പിള്ളേരായിരിക്കും വന്നതെന്ന് പറയണം. ഈ പിള്ളേരെല്ലാം ഇവരെ വീഡിയോ കണ്ട് ഇവർക്കങ്ങ് സപ്പോർട്ട് ചെയ്യണം. നമ്മമാരെല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. ആരും ഇതിനൊന്നും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഇത് ഇങ്ങനെ ഈ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സ്കൂളിൽ പിള്ളേരെല്ലാം ഈ പിള്ളേരെ പിന്നാലെയാണ്. ചേട്ടനെ തിരക്കി എന്ന് പറയണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഒരുപാട് പേര് വരുന്നുണ്ടെന്ന് ഈ കുട്ടികൾ പറയുന്നുണ്ട്. ഈ പെങ്കൊച്ച് പിന്നെ അതിനകത്ത് ഞാൻ തല കാണിച്ച് പാക്കം നോക്കാതെ മുടിയും പേര് വരുന്നു. അപ്പം ഇപ്പം ചെറുതായിട്ട് കുറച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അന്ന് കാണിക്കാൻ പറ്റാത്ത വണ്ടി, വണ്ടി മച്ചൻ വണ്ടി, നമ്മുടെ ഫിഷ് ടാങ്ക്. മീൻകുഞ്ഞുങ്ങൾക്ക് തീറ്റയും കൂടെ കൊടുക്കണം, അവർക്കൊന്നും കൊടുക്കില്ല. അതെ, കൊടുക്കണം. എനിക്കാന്ന് ഞാൻ പോയി തീറ്റിട്ടെടുത്തിട്ട്. അവന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണം. കയറി ഒത്തിരി ഒന്ന് അമ്മയെ കയറി സഹായിക്കുക. അവരവിടെ കിടന്ന് കിച്ചനകത്ത് കിടന്ന് പൊരിഞ്ഞ പണി നടക്കണം, പാവം. രാവിലെ ഒന്നും ഞങ്ങൾ ടൈമാകുമ്പോൾ ഫുഡ് കൊടുക്കും. ടൈം നല്ല രാവിലെ ഞങ്ങൾ എണീറ്റ് വരുമ്പോഴേ ഫുഡ് കൊടുക്കും അല്ലേ. ഭയങ്കര പിന്നും അങ്ങനെ ഐലൈനറൊക്കെ വരച്ചൊരുങ്ങുന്നു. ഇനി നമുക്ക് അമ്മയുടെ പരിപാടിയിലായിരുന്നു. അമ്മ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊന്നുള്ള ചോറും അമ്മ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചെന്നാണ് പറയുന്നത്. അടുത്തത് കിച്ചനകത്ത് പോയി ചോറ് മുട്ട പൊരിച്ചതും എല്ലാം സെറ്റ് ചെയ്ത് അവൾക്ക് ചോറെല്ലാം ഇട്ട് വെച്ച് കൊടുത്തിട്ട് അമ്മ തൂക്കാനായിട്ട് പോയി പാത്രം കഴുകുന്നുണ്ട്, അവിടെ ജോലികളൊക്കെ ചെയ്യുന്നു. ഈ മകനൊന്നും ചെയ്തൊന്നും കൊടുക്കൂല. നമ്മൾ ഒരുങ്ങി റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കാനുണ്ട്. ഫുഡും കൂടെ അപ്പം കഴിക്കണം. അപ്പോൾ ഗൈസ് അടുത്തത് ചോറ് വന്നിരിക്കുകയാണ്. നമ്മൾ ചോറ് കഴിക്കണം. പോകാൻ വേണ്ടി രാവിലെ ചോറായിരുന്നു. അപ്പം ചോറ് കഴിക്കണം. ക്യാബേജ് രാവിലെ ചോറായിരുന്നു, അതിന് ചോറ് കഴിക്കുകയാണ്. ചോറും കഴിച്ചുകൊണ്ടാണ് പോണത്. ചോറിന് ചമ്മന്തിയാണ് ഉള്ളത്. പിന്നെ സാമ്പാർ പോലെ എന്തൊരു കറി ഉണ്ടായിരുന്നു, ഞാൻ പക്ഷെ എടുത്തില്ല. ഇഷ്ടപ്പെടാത്ത ഞാൻ എടുത്തില്ല. നല്ല ചൂട് ചോറാണ് ഗൈസ്, പെട്ടെന്ന് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുട്ടി ചോറൊക്കെ കഴിച്ച് സ്കൂളിലേക്ക് പോകാനൊക്കെ പോവുകയാണ്. അപ്പം അതവിടെ നിൽക്കട്ടെ.
അപ്പോൾ ഇതാണ് അവസ്ഥ. ഇത് ഈ പെൺകുട്ടി സ്കൂളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ പയ്യൻ കൊണ്ടുവന്ന് അവിടെ ആക്കും, ബസ് കയറുന്ന സ്ഥലം വരെ കൊണ്ടുവന്ന് ആക്കും. അങ്ങനെ ആയിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. എന്നാൽ ഈ അമ്മയും അച്ഛനും ഒക്കെ ഇത് കാണുമ്പോൾ എന്ത് വേദന ഉണ്ടാവും. അവരെ മനസ്സിൽ കാണൂലേ, ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയായിരിക്കും അവർ ഇത്രത്തോളം ആക്കിയത്. ആ പെൺകുട്ടി ഒരു നല്ല നിലയിലാവണം, ഒരു നല്ല നിലയിൽ പറഞ്ഞയക്കണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടായിരുന്നിട്ടുണ്ട്. എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കും കാണും ഇങ്ങനെയുള്ളൊരു ചിന്ത. ഇത് ഒന്നും ആവാതെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേ ഒരു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി ഭയങ്കര എന്തോ ഒരു സംഭവം പോലെ കിടന്നങ്ങ് കാണിച്ചു കൂട്ടുന്ന ആ പ്രവർത്തികളും ഇതൊന്നും നല്ലതല്ല. ഇനി ഒരുപാട് കുട്ടികളുണ്ട് ആ സ്കൂളിലായിരുന്നാലും. ഇവരെ ഫോളോ ചെയ്യുന്ന ഫുള്ള് ഈ കുട്ടികളായിരിക്കും, സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുട്ടികളാണ് ഇവരെ. അത് ആർക്കും ഒന്നും സംസാരിക്കാനും പറ്റൂല. അപ്പോഴേ കയറി അവരെ കമൻ്റ് ഇട്ട് മെഴുകുന്നതും ഈ കുട്ടികളാണ്. ഈ ആനന്ദം പോലെയാണ് അവർ കാണിക്കുന്നത്. അല്ലാതെ അമ്മമാരും അങ്ങനെയൊന്നും അവരാരും ഈ കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യൂല. ഓരോ അമ്മമാർക്കും അറിയാം കുട്ടികളെ വളർത്തി വലുതാക്കി എങ്ങനെ കൊണ്ടുവന്ന് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, അവരെ നല്ല നിലയിലാക്കണം, അവർ പിന്നെ പോയി അവർ ജീവിച്ചോട്ടെ. ഇതൊന്നും ആവാതെ 10ാം ക്ലാസ് ആയപ്പോൾ തന്നെ പ്രേമം ഒളിച്ചോട്ടവും 8 തൊട്ടാം കണ്ട പ്രേമം തുടങ്ങി, 10ലായപ്പോൾ ഒളിച്ചോടി. ഇവർ Q&A നടത്തുന്നുണ്ട്. അപ്പം അത് നമുക്കൊന്ന് കാണാം. കുറച്ച് ചോദ്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇവർ ആൻസർ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇരുന്ന് കാണിക്കണേന്ന് അറിഞ്ഞൂടാ. അവർക്ക് എന്തോ ഇല്ല നിധി കിട്ടിയതുപോലെ ഇപ്പം അങ്ങനെയൊക്കെ തോന്നും ജീവിതത്തിൽ. അപ്പം നമുക്കതൊന്ന് കാണാം. കാരണം കൊച്ചു പിള്ളേർ എപ്പോഴും എന്തെങ്കിലും എന്നോട് പറയും, ആ ചേച്ചി ഭയങ്കര ഫാനാണ്, ചേച്ചൻ ചേട്ടൻ വീഡിയോ കാണുന്നത്, നിങ്ങളെ ഫോളോവറാണ്, ലൈക്ക് ചെയ്യുന്നത്, കമന്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഓരോന്ന് പറയും. അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ എന്നോടിങ്ങനെ കൊച്ചു പിള്ളേർ ഓടി വന്നിട്ട് പറയുന്നു, ചേച്ചിയുടെ ഫോളോവറാണ്, ചേച്ചിയെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വന്ന് പറയുന്നു. ചോദിച്ചെന്ന് ഇവനെന്താണ് ജോലി അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ എന്തുകൊണ്ട് പെട്ടെന്ന് കെട്ടിയെന്നോ അങ്ങനൊന്നും ചോദിച്ചില്ല. പേഴ്സണൽ കാര്യം അധികം ആരും തലയിടാൻ വന്നിട്ടില്ല. അതെന്തുകൊണ്ട് പെട്ടെന്ന് കെട്ടി, പഠിക്കാതെയൊക്കെ എന്തുകൊണ്ട് കല്യാണം കഴിച്ചു, അങ്ങനെയൊന്നും ആരും ഇന്നേ വരെ ചോദിച്ചിട്ടില്ല. ഇവൻ എന്താണ് ജോലി എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നല്ല കുട്ടികൾ ചോദിച്ചവരും നല്ല ആൾക്കാർ. അതൊക്കെ ഓക്കെയാണ്, ഇഷ്ടമൊക്കെ. ഞാൻ കൂടുതൽ പഠിത്തത്തിലൂടെ തന്നെ ശ്രദ്ധ കൊടുക്കും. ഇവൻ പിന്നെ ജോലിക്ക് പോവും, ഇവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. വലിയതായിട്ട് ഉത്തരവാദിത്തവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നല്ലോ. അപ്പൊ പിന്നെ കെട്ടിയതിന് ശേഷം ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിക്കുണ്ട്. കെട്ടിക്കഴിഞ്ഞ് ഇനി പഠിക്കാനും പോകുന്നുണ്ട്. അത് വലിയ സംഭവമാണ്. കെട്ടിക്കഴിഞ്ഞ് ഇനി പഠിക്കാനും പോകുന്നുണ്ട്. അത് വലിയ സംഭവമാണ്. അത് പഠിക്കണേ എന്തോന്നാണ് +1 എല്ലാം എന്റെ കാര്യങ്ങളെല്ലാം ചോട്ട് തന്നെയാണ് നോക്കുന്നത്. പിന്നെ പഠിപ്പിക്കാൻ വിടുന്നുണ്ട്. എല്ലാരും പറഞ്ഞതെന്ന് വെച്ചാൽ ഇനി അവള് കെട്ടിയത് കൊണ്ട് അവള് പഠിക്കാൻ പോകത്തില്ല, അവളുടെ ലൈഫ് പോയി അവിടെ എന്നൊക്കെ എല്ലാരും. കെട്ടിയത് കൊണ്ട് അവളെ പഠിക്കാൻ വിടത്തില്ല, അവളെ ലൈഫ് പോയി എന്നാണ് എല്ലാവരും പറഞ്ഞതെന്നാണ് ഈ പെങ്കൊച്ച് പറയുന്നത്. പക്ഷെ അവൻ അപ്പോഴും അവളെ മുഖത്ത് നോക്കുന്നുണ്ട്. ഇവളല്ല ഇങ്ങനെ പറയണം എന്നുള്ള പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് പോലെയുള്ളൊരു നോട്ടം. ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മൊത്തത്തിൽ മാറി മറിഞ്ഞു. ആരും ലൈഫ് മാറി മറിഞ്ഞു തന്നു. പെൺകുട്ടി പറയുന്നത് ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോഴാണ് പയ്യൻ പറയുന്നത് ലൈഫ് മാറി മറിഞ്ഞെന്നു. പ്രതീക്ഷിച്ചില്ല ഞാൻ +2 പഠിക്കാൻ പോകുന്നു. ഇപ്പം ഞാൻ +2 പഠിച്ചോണ്ടിരിക്കുമ്പം എല്ലാവരും ഇപ്പൊ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അതിന് +2 കൂടെ പഠിക്കത്തുള്ളൂ, കുറച്ചുനാൾ കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ആവും. അങ്ങനെ ഒരു ടോപ്പിക്കാണ് ഇപ്പം എല്ലാവരും സംസാരിക്കുന്നത്. അങ്ങനൊന്നും തന്നെ ഇല്ല. എന്റെ പഠിത്തം ഞാൻ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. എന്റെ കരിയർ എനിക്ക് നോക്കണം. മോളുടെ അമ്മ വിളിക്കാറുണ്ടോ? ഇപ്പോഴും പ്രശ്നമാണോ? ശരിക്കും പ്രശ്നമാണ്. എന്റെ അമ്മ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. എന്റെ വീട്ടുകാരായിട്ട് ഞാൻ ഒരു കോണ്ടാക്റ്റും ഇല്ല. വിളിക്കത്തും കൊടുക്കത്തും അങ്ങനൊന്നുമില്ല. അവര് കോണ്ടാക്ട് ചെയ്യുമെന്ന് ചെയ്യത്തില്ലായിരിക്കും. കാരണം ചെയ്യാനൊക്കെ പ്രയാസമാണ്. ഞങ്ങൾക്ക് അറിയത്തില്ല ഇതുവരെ എന്തായാലും ഇല്ല. എല്ലാം കാണുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാം കാണുന്നുണ്ട്. മോളുടെ അമ്മ വിളിക്കാറുണ്ടോ? ആരാ ചോദിച്ചു. പറഞ്ഞ് വിളിക്കാറില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല. അത് എങ്ങനെ കോണ്ടാക്റ്റ് വെക്കും? 10ാം ക്ലാസ് ആയതല്ലേ ഉള്ളൂ, ഈ കുട്ടി പോയില്ലേ. അടുത്ത ബേബി പ്ലാനിങ് ഉണ്ടോ? ഇത് കുറെ പേര് ചോദിച്ച ക്വസ്റ്റ്യൻ. ബേബി പ്ലാനിങ് ആണ്. ഇത് കുറേ പേര് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇത് ആരാണെന്തോ ഈ കൊച്ചു കുട്ടിയുടെ അടുത്ത് ബേബി പ്ലാനിങ് ചോദിക്കണത്? ബേബി പ്ലാനിങ് ഉണ്ടോ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബേബി
ചോട്ടു പറഞ്ഞു. അങ്ങനൊന്നും ഇപ്പഴില്ല. ഇപ്പൊ എന്റെ പഠിത്തം ബേബി പ്ലാനിങ് ഒന്നും ഇപ്പം ഇല്ല. ഇപ്പം എൻ്റെ പഠിത്തം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്തോ പോലെ തോന്നുന്നു. ഈ ഒരു കൊച്ചു കുട്ടി കണ്ട ഒരു 15 വയസ്സിനകത്ത് 15 വയസ്സ് പോലും തോന്നൂല. ആളുകൾ കുറേയൊക്കെ ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ആൻസറുകളൊക്കെ ഇരുന്ന് വരിയാ പറയുന്നുണ്ട്. ബേബി പ്ലാനിങ് ഉണ്ടോ? ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം അങ്ങനെയൊന്നും താല്പര്യമില്ല. ഇപ്പം പഠിത്തമായിട്ട് മുന്നോട്ട് പോവണമെന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത്. എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഇത് കണ്ട് മക്കളുമാരാരും ഇതൊന്നും കണ്ട് അനുകരിക്കരുത്. ഇതൊക്കെ ഇരുന്നും കൊണ്ട് പലതും പറയും, ഒളിച്ചോടി അല്ലെങ്കിൽ അത് നല്ലതാണ് എന്നുള്ള ഇതിലൊക്കെ പറയും. അത് കണ്ട് ആരും അനുകരിക്കാൻ നിൽക്കരുത്, ആരും സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. കുട്ടികളെ പറഞ്ഞ് വിലക്കണം. ഇങ്ങനെയുള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറയരുത്. ഈ പെൺകുട്ടി ആയിരുന്നാലും ആ പയ്യനായിരുന്നാലും ഇരുന്നുകൊണ്ട് പറയണത് സപ്പോർട്ട് ചെയ്യണം. മെസ്സേജ് ഇടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് ഇൻസ്റ്റയിൽ. കൊച്ചു കുട്ടികളാണ് കയറി ഇരുന്ന് ഇടുന്നത്. അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരുന്നാലും ചിലപ്പോൾ 18 വയസ്സ് തികയാത്ത കുട്ടികളൊക്കെയാണ് ഓടി വന്നിട്ട് ഇവരുടെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുന്ന ചേട്ടൻ്റെ കാര്യവും അവരെ ലൈഫിനെ കുറിച്ചും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇതൊന്നും ശരിയായ കാര്യമല്ല. ഇങ്ങനെ വിചാരിക്കും, ഒളിച്ചോടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതുപോലെ പോയി ഒരു അമ്പലത്തിൽ പോയി മാല ഇട്ടിട്ട് ഇൻസ്റ്റയിൽ അങ്ങോട്ട് റീൽസ് എടുത്തിട്ട് പിന്നെ അതിന് ശേഷം അവർ വൈറലാവും, പിന്നെ അത് ഇൻ്റർവ്യൂ എടുക്കും, പിന്നെ അത് യൂട്യൂബിൽ ചാനൽ തുടങ്ങാം എന്ന് മിക്കുള്ള കുട്ടികളും വിചാരിക്കാനുള്ള അവസരവും നിങ്ങൾ കൊടുക്കാതിരിക്കുക. ഇവരെ സപ്പോർട്ട് ചെയ്യണവരെ വേണം പറയാൻ. അങ്ങനെയൊന്നും കൂടുതൽ അധികാരം സപ്പോർട്ട് ചെയ്യാതിരിക്കുക. ഇവർ ഓരോ കാണിച്ചു കൂട്ടുന്ന ഓരോരോ കോലങ്ങളും ഇത് ശരിയായ കാര്യമല്ല. എന്തോ പോലെ തോന്നുന്നു. സ്കൂളിൽ പഠിച്ച ആ അമ്മയും അച്ഛനും എന്ത് വേദനിക്കുന്നുണ്ടാവും ഇവർ ഈ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികൾ. അവരെ മനസ്സിൽ എന്തുമാത്രം വേദന ഉണ്ടാവും. എത്രയോ കുട്ടികൾ 25, 26, 27 വയസ്സായ കുട്ടികൾ ഒരു ജോലിയായി സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു വരുമാനം ആയതിനു ശേഷം കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ ആ അച്ഛനും അമ്മയും കാണുമ്പോൾ ഒരുപാട് വേദന തന്നെ ഉണ്ടാവും. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാതിരിക്കുക.